ഇതിപ്പോൾ ഒരു 2.5 കിലോ മൂവാണ്ടൻ മാങ്ങ കിട്ടിയിട്ടാ. അപ്പോൾ അത് ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു അച്ചാറിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 3/4 ലിറ്റർ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് കടുക് പൊട്ടിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5 കുടം വെളുത്തുള്ളി, ഒരു 25 പച്ചമുളക്, വേപ്പില ചെറുതായി അരിഞ്ഞിട്ടത് ഒക്കെ കൂടി ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി വഴന്ന് വരണ വരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തിയിട്ടാണ് കേട്ടോ. ചെത്താണ്ട് ഇടുന്നവരുണ്ട്. അപ്പം ചെത്തിയിട്ടാണ് ഞാൻ നുറുക്കി വെച്ചിട്ടുള്ളത്. ഈ വെളുത്തുള്ളിയൊക്കെ നന്നായി ഒന്നായി വന്നാലാണ് അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ്. അതുകൊണ്ട് ഒന്നായി വരട്ടെ. അതുപോലെ ഇഞ്ചിയും ഒക്കെ അപ്പോൾ കേടാവാതിരിക്കും. അതുപോലെ എണ്ണ ഇത്തിരി അധികം ഉണ്ടെങ്കിൽ നമുക്ക് അച്ചാർ കേടാവില്ല. നമ്മൾ എന്തോരം ചൊറുക്കൊഴിച്ചു എന്ന് പറഞ്ഞാലും ഇത് പൂപ്പായി കെട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എണ്ണ മുകളിൽ ഇങ്ങനെ നിൽക്കണം. നമ്മൾ അച്ചാർ എടുക്കുമ്പോൾ അച്ചാർ മാത്രം ഇങ്ങനെ എണ്ണ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ എടുക്കണം നമ്മൾ സ്പൂൺ കൊണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ അച്ചാറിൻ്റെ മുകളിൽ എണ്ണ ഇങ്ങനെ നിന്നോളും. അപ്പോൾ ഇതിപ്പോൾ ഒരുവിധമായി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇടണ പൊടികളെന്ന് പറഞ്ഞാൽ ഒരു 6 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ പച്ചമുളകൊക്കെ നന്നായി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഉലുവയും ജീരകം ഉലുവ പൊടിച്ചതും ജീരകം ഒരു 1/4 ടീസ്പൂണ് ജീരകം അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അതും മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, കായപ്പൊടി 1 സ്പൂണ്. അതാണ് ഇപ്പോൾ ഞാൻ ഇടണത്. എന്താ കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉണ്ട്. ഇതിലിട്ടിട്ട് നമ്മൾ ആ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കായപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. 2.5 കിലോനുണ്ട് മാങ്ങ. മൂവാണ്ടൻ മാങ്ങയാണ്. അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റാണ് മൂവാണ്ടൻ മാങ്ങ. കുറേ പുളിയില്ലല്ലോ. തൊലിയോട് കൂടി ഇടുന്നവരുണ്ട്. അതും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഒരു 2.5 സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള സ്പൂൺ തന്നെയാണ്. ഇട്ടതിന് ശേഷം നമുക്ക് ഇനി മാങ്ങ ഇട്ട് കൊടുക്കാം. കണ്ടോ, മാങ്ങ കുറേ അധികം ഉണ്ട്. 2.5 കിലോ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര അധികം മുളക് പൊടി ഇതൊക്കെ ഇട്ടത്. ഇനി നമ്മൾ ഇത് ഇളക്കി കൊടുക്കുക. എണ്ണ അത്രയും ഉണ്ടാവില്ല ഇതിന്. അപ്പോൾ നമ്മളൊരു സ്വല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മൂടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂടിയിടാം. മൂടിയിടണമെന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അച്ചാർ. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം സ്വല്പം വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് ഒഴിക്കുന്നുണ്ട്, അത് ഒഴിക്കണം എന്നില്ല കേട്ടോ. എന്നാലും ഞാനൊരു സ്വല്പം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒഴിച്ചതാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള അച്ചാറായിട്ട് വന്നിട്ടുണ്ട് ഇത്. ഇനി അതൊന്ന് വാടി വന്നാൽ ഇപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാം. അല്ലാണ്ട് വേവിച്ചെടുക്കരുത് കേട്ടോ. വെറുതെ ഒന്ന് ആവി കയറ്റാൻ വേണ്ടു. ഇതൊക്കെ നമ്മൾ അച്ചാർ കേടാവാണ്ടിരിക്കാൻ ഇത് നല്ലതാണ്. നമ്മുടെ കൂട്ടൊക്കെ പാകമായിട്ടുണ്ട്. പാകത്തിന് ഉപ്പും എല്ലാതും വന്നിട്ടുണ്ട്. ഇനി കുപ്പിയിൽ നല്ല ഉണങ്ങിയ കുപ്പിയിൽ നമ്മളിത് ആക്കി വയ്ക്കണം. അപ്പം അതിൻ്റെ മുകളിൽ എണ്ണ അങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ സ്വല്പം ചൊറുക്കി നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ അങ്ങനെ മുകളിൽ നിന്നോളാം. അത് വാർത്ത് വേണം നമുക്ക് എടുക്കാൻ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ. അത് നമുക്കിപ്പോൾ ആവശ്യമുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ അങ്ങനെ ഇട്ട് വെച്ചാലും മതി. അപ്പോൾ നമ്മുടെ അച്ചാർ ആയിട്ടുണ്ട്. ഞാൻ എടുക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ടേസ്റ്റിയായ അച്ചാർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.